സംസ്ഥാനത്തുടനീളം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിലും ആഘോഷ പരിപാടികളുണ്ട്. മന്ത്രിമാർ വിവിധ ജില്ലകളിൽ പങ്കെടുക്കും. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സലീം മാലിക്കും, അതേപോലെ തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കോഴിക്കോട് വിക്രം മൈതാനിയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, അതുപോലെ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ, അജീഷ് ജയകുമാർ, അതുപോലെ നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് അജീഷ് ചേരുന്നത്. ആദ്യം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സലീം മാലിക് ചേരുന്നു. സലീം, ഗവർണർ എത്തിക്കഴിഞ്ഞോ അല്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേരുക? വിവരങ്ങൾ. 8:47 തന്നെ പരേഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പരേഡ് അണിനിരന്ന് കഴിഞ്ഞു. പരേഡ് കമാൻഡറായി സദേൺ എയർ കമാൻഡിന്റെ കമ്മ്യൂണിക്കേഷൻ സൈറ്റിലെ സ്ക്വാഡ്രൺ ലീഡർ ഷെയ്ഖ് ഫറൂഖ്. സംസ്ഥാനത്തുടനീളം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പരേഡ് വീക്ഷിക്കാനായി MLA-മാരും മന്ത്രിമാരും ഒക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ബിനോയ് വിശ്വത്തെ പോലെയുള്ള CPIയുടെ സെക്രട്ടറിമാരും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. CPIയുടെ ഒരു സെക്രട്ടറി ഉള്ളൂ, അത് മറക്കണ്ട, നമ്മൾ സ്ലിപ്പാണത്. വീണ്ടും സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ ആരൊക്കെയാണ് ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നത്? വിവരങ്ങൾ പറയൂ. SKN സംസ്ഥാനത്തെ ഔദ്യോഗികമായുള്ള റിപ്പബ്ലിക് ദിനാഘോഷം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിന്റെ ഭാഗമായുള്ള പരേഡുകളെല്ലാം ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. പരേഡിൻ കമാൻഡർ അതിന്റെ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞു. പരേഡ് കമാൻഡറായി സ്ക്വാഡ്രൺ ലീഡർ ഷെയ്ഖ് ഫറൂഖ്, സദേൺ എയർ കമാൻഡിന്റെ സ്ക്വാഡ്രൺ ലീഡറാണ് അദ്ദേഹം. അതിന്റെ പരേഡിന്റെ കമാൻഡറിന്റെ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞു. കൃത്യം 8:59 തന്നെ ഗവർണർ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറിയും എയർ ഓഫീസ് കമാൻഡറും ചേർന്ന സംസ്ഥാന പോലീസ് മേധാവിയും ചേർന്ന് ഗവർണറെ സ്വീകരിക്കും. കൃത്യം 9 മണിക്ക് തന്നെ ദേശീയ പതാക നിവർത്തുകയും പിന്നീട് പരേഡിന് ആയുധാഭിവാദനം നൽകുകയും ചെയ്യും. അതിനുശേഷം ബാൻഡ് ദേശീയഗാനം ആലപിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം പതാക ഉയർത്തിയതിനു ശേഷം ഈ പരേഡിൽ നിന്ന് സല്യൂട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവർണർ ചെയ്യുക. നിലവിൽ 22 പ്ലറ്റൂണുകളും ഒപ്പം ഒരു വായുസേനയുടെ ഫ്ലൈറ്റുമാണ് ഈ പരേഡിൽ അണിനിരക്കുന്നത്. അതിൽ കർണാടക പോലീസിന്റേതുൾപ്പെടെയുള്ള പ്ലറ്റൂണുകളാണ് ഇവിടേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭാരതീയ കരസേനയുടെ ഒരു പ്ലറ്റൂൺ ഉണ്ട്. ഒപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പ്ലറ്റൂണും മലബാർ സ്പെഷ്യൽ പോലീസിന്റേത്, പിന്നീട് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ പ്ലറ്റൂണാണ്. അതിന് തൊട്ടു പിന്നാലെ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ അണിനിരക്കും. അതിനുശേഷം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പിന്നാലെ തിരുവനന്തപുരം സിറ്റി പോലീസ്, അതിനുശേഷം കേരള പ്രസൻസ് വകുപ്പ്, അത് കഴിഞ്ഞ് കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ്, ഇങ്ങനെയുള്ള 12 പ്ലറ്റൂണുകളാണ് സായുധ ഘടകങ്ങളിൽ നിന്ന് ഈ പരേഡുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുക. സായുധരല്ലാത്ത ഘടകങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ പ്ലറ്റൂണായി അണിനിരക്കുന്നത് കേരള അഗ്നിരക്ഷാ സേനയാണ്. അതിന് തൊട്ടു പിന്നാലെ സലീം മാലിക് ഇനി തൃശ്ശൂരിലേക്ക്, അവിടെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് സല്യൂട്ട് സ്വീകരിക്കുക. സൂരജ് സജി അവിടെ നിന്നും ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ഡേ ആശംസകൾ പറയൂ. SKN 9:02 മന്ത്രി കെ രാധാകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് എത്തി പതാക ഉയർത്തിക്കൊണ്ട് അഭിവാദ്യം സ്വീകരിക്കും. എന്തായാലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ തൃശ്ശൂരിലും വിപുലമായ ചടങ്ങുകളാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പ്ലാറ്റൂണുകളെല്ലാം തന്നെ അണിനിരന്നിട്ടുണ്ട്. ഈ പോലീസിന് പുറമെ എക്സൈസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ NCC, സ്റ്റുഡന്റ് പോലീസ് ഉൾപ്പെടെ നിരവധി വ്യത്യസ്തമായ പ്ലാറ്റൂണുകൾ ഉൾപ്പെടെ അണിനിരന്നിട്ടുണ്ട്. 9 മണിയോടുകൂടി മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരേഡിന് നടക്കുന്ന കമാൻഡർമാർ ഉൾപ്പെടെ ചുമതലയേറ്റിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കും. ഇതിലിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം എത്തുമോ എന്ന് ചില കേന്ദ്രങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ അത് കാണാൻ മുഖ്യമന്ത്രി സാധാരണ കഴിഞ്ഞ വർഷവും എത്തിയിരുന്നു. ഇത്തവണ അദ്ദേഹം എത്തിച്ചേരുമോ? മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുമായിട്ടുള്ള പോര് മുറുകുന്നതിനിടയിൽ ഇത്തവണ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾക്കകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. അദ്ദേഹം അവിടെ പതാക ഉയർത്തും, അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കും. എന്നിട്ട് അദ്ദേഹം റിപ്പബ്ലിക് ദിന പ്രഭാഷണവും നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സലീം മാലിക് വീണ്ടും ചേരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന്. സലീം, എല്ലാ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും അവസാനം കൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. മറ്റു വിവരങ്ങൾ.
സംശയം നേരത്തെ നിലനിന്നിരുന്നു. പക്ഷേ റിപ്പബ്ലിക് ദിന പരിപാടി പോലെ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉചിതമല്ല എന്നൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഗവർണർ കൂടി ഇവിടേക്ക് എത്തുകയാണ്. അതോടുകൂടി ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ച് വീണ്ടും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൂടി ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ സംസ്ഥാനത്തെ ഔദ്യോഗിക വാഹന വ്യൂഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പനിമിഷങ്ങൾക്കകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പതാക ഉയർത്തും. അത് കഴിഞ്ഞാൽ അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് നടക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. സലീം മാലിക് വീണ്ടും ചേരുന്നു. പറയും സലീം മാലിക്, ഗവർണർ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഗവർണറും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. എന്തായാലും ഇന്നലെ കണ്ട മുഖമല്ല അദ്ദേഹത്തിന്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒരു സന്തോഷം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ ചിരിയോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സന്തോഷം നിറഞ്ഞ രാജ്യത്തിൻ്റെ സുദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലും അത് വ്യക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിനെ നേരത്തെ തന്നെ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തെ എത്തിക്കഴിഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സേനാ വിഭാഗം സല്യൂട്ട് നൽകി സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം പതാക ഉയർത്തുകയാണ്. നടക്കുന്ന ചടങ്ങുകളാണ്, റിപ്പബ്ലിക് ദിന ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. രാജ്യമെങ്ങും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്കപ്പം സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗവർണർ വാഹനത്തിൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സേനാവിഭാഗത്തിൻ്റെ സല്യൂട്ട് സ്വീകരിച്ച് അദ്ദേഹം യാത്ര തുടരുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യമുണ്ട്. അത് വളരെ ആശ്വാസകരമായ വാർത്തയായി നമുക്ക് തോന്നുന്നു. എന്തൊക്കെയാണ് സലീം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പരേഡ് പരിശോധിക്കാനായി വാഹനത്തിൽ കയറിയിട്ടുണ്ട്. തുറന്ന ജീപ്പിൽ അദ്ദേഹം ഈ പരേഡ് വീക്ഷിക്കുകയാണ്. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആദ്യം തന്നെ 8:57 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തി. നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരം 8:59 തന്നെ ഗവർണർ എത്തുകയും ചെയ്തു. ഇന്നലെ നിയമസഭയിലെത്തിയ മുഖമായിരുന്നില്ല സൂചിപ്പിച്ചതുപോലെ പ്രസന്നവദനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രിയും മുഖാമുഖം നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഗവർണർ എത്തിയപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എഴുന്നേറ്റെങ്കിലും മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഗവർണർ നോട്ടം നൽകിയില്ല. നേരെ വരികയും നേരത്തെ മുൻ നിശ്ചയിച്ചതിന് പ്രകാരം ഈ പതാക ഉയർത്തുകയുമായിരുന്നു ചെയ്തത്. പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ സല്യൂട്ട് സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പരേഡ് പരിശോധിക്കുകയാണ്. പരേഡ് സ്ക്വാഡ്രൺ ലീഡർ സെയ്ഖ് ഫറൂഖ് നയിക്കുന്ന പരേഡാണ്. അത് ആദ്യം സായുധ ഘടകങ്ങളിൽ നിന്നുള്ള 11 പ്ലറ്റൂണുകളും ഒപ്പം ഭാരതീയ വ്യോമസേനയുടെ ഒരു ഫ്ലൈറ്റുമാണ് ആ സായുധ ഘടകങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത്. സായുധരല്ലാത്ത ഘടകങ്ങളിൽ നിന്നുള്ള 10 പ്ലറ്റൂണുകളുണ്ട്. അശ്വാരൂഢ പോലീസിന്റെ ഒരു പ്ലറ്റൂൺ. അങ്ങനെയാണ് പരേഡ് ക്രമീകരിച്ചിരിക്കുന്നത്. പരേഡിൽ ആദ്യം അണിനിരക്കുന്നത് ഭാരതീയ കരസേനയാണ്. അതിന് തൊട്ടു പിന്നാലെ ഭാരതീയ വ്യോമസേനയും പിന്നാലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അണിനിരക്കും. ഒപ്പം കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസിന്റെ ഒരു പ്ലറ്റൂൺ കൂടി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിൻ്റെതല്ലാത്ത ഒരു പ്ലറ്റൂൺ, അത് കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതല്ലാതെ കരസേനയുടെയും വ്യോമസേനയുടെയും മറ്റുമുണ്ട്. പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റേതുമാണ് 5ഉം 6ഉം സ്ഥാനത്തായി അണിനിരക്കുന്നത്. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ തൊട്ടു പിന്നാലെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, അതിനുശേഷം കേരള സിറ്റി പോലീസ്, കേരള പ്രസൻസ് വകുപ്പ്, കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ് എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് ഈ സായുധ ഘടകങ്ങളുടെ പ്ലറ്റൂണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം
സായുധരല്ലാത്ത ഘടകങ്ങൾ, അത് 10 പേരുടേതാണ്. സായുധരല്ലാത്ത ഘടകങ്ങളിലെ പ്ലറ്റൂണുകൾ അണിനിരന്നിരിക്കുന്നത് ഈ പരേഡിൽ. കേരള അതിരക്ഷ സേന, അതിന് തൊട്ടു പിന്നാലെ സൈനിക സ്കൂൾ എന്നിവയാണ് ആദ്യ സ്ഥലങ്ങളിലുള്ളത്. അതിന് പിന്നാലെ NCC സീനിയർ ഡിവിഷൻ ആൺകുട്ടികളും NCC സീനിയർ വിംഗ് പെൺകുട്ടികൾ, പിന്നാലെ NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡൻ. കോഴിക്കോടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സലീം മാലിക്, കോഴിക്കോട് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് പതാക ഉയർത്തിയത്. അപ്പോൾ ഈ സേനാവിഭാഗത്തിൻ്റെ സല്യൂട്ട് സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കോഴിക്കോട് നിന്ന് തത്സമയം കാണുന്നത്. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ കോഴിക്കോട്? കോഴിക്കോട് വിക്രം മൈതാനിയിലാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിയത്. അതിനുശേഷം അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കുകയും തുടർന്നിപ്പോൾ പരേഡ് വീക്ഷിക്കുന്നതിനായി അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറും. നിലവിൽ പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങി 32 പ്ലാറ്റൂണുകളാണ് ഈ പരേഡിൽ അണിനിരക്കുന്നത്. ഏതായാലും മന്ത്രി നിലവിൽ ഈ ഒരു പരേഡ് സ്വീകരിക്കുന്നതിനായി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വയനാട്ടിലേക്ക്. വയനാട് വനമന്ത്രി AK ശശീന്ദ്രൻ പതാക ഉയർത്തി. അദ്ദേഹം തുറന്ന വാഹനത്തിൽ സേനാവിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. പരേഡ് പരിശോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സുർജിത്ത്, അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ നിലവിൽ മന്ത്രി AK ശശീന്ദ്രൻ സല്യൂട്ട് സ്വീകരിക്കുകയാണ്, അഭിവാദ്യം സ്വീകരിക്കുകയാണ്. വയനാട്ട് SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പതാക ഉയർത്തിയത്. പരിപാടിയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്, ജില്ലാ പോലീസ് മേധാവി T നാരായണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, NCC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ഒപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്കൂൾ ബാൻഡ് എന്നിങ്ങനെ 26 പ്ലാറ്റൂണുകളാണ് ഈ പരേഡിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ഹരിതചട്ടം എല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രസംഗമുണ്ടാകും, മന്ത്രിയുടെ പ്രസംഗമുണ്ടാകും. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം കലാപരിപാടികളും ഇവിടെ അരങ്ങേറുന്നതാണ്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്തും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. നമുക്കൊപ്പം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ നടന്നത്? പറയൂ. മന്ത്രി VN വാസവനാണ് അവിടെ പരേഡ് പരിശോധിച്ചത്. അവിടെ പതാക ഉയർത്തിയത് മന്ത്രി VN വാസവനായിരുന്നു. ഇപ്പോൾ VN വാസവൻ തുറന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. പറയൂ. കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ടോബി ജോൺസൺ, പറയൂ, എന്തൊക്കെയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്നത്? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് കോട്ടയത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലും നടക്കുന്നത്. രാവിലെ തന്നെ പരേഡ് ഇപ്പോൾ മന്ത്രി VN വാസവൻ ഇവിടെ പതാക ഉയർത്തി. അതിനുശേഷമാണ് വിവിധ പ്ലറ്റൂണുകൾക്ക് സ്കൂളുകൾ, കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ സ്കൗട്ട് ഗൈഡ്സ്, അതുപോലെ തന്നെ ബാൻഡ് തുടങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പരേഡ് ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ മന്ത്രിയുടെ പ്രസംഗമുണ്ട്, സന്ദേശമുണ്ട്. അതിനുശേഷമായി പരേഡ്. എന്തായാലും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് കോട്ടയം ജില്ലയിലും നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഇനി ആലപ്പുഴയിലേക്ക്. ആലപ്പുഴയിൽ മന്ത്രി P പ്രസാദ് പതാക ഉയർത്തി. ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആലപ്പുഴയിൽ P പ്രസാദ് അഭിവാദ്യം സ്വീകരിക്കുന്ന ദൃശ്യമാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. കൃഷിമന്ത്രി P പ്രസാദാണ് അവിടെ അഭിവാദ്യം സ്വീകരിച്ചത്. അദ്ദേഹം പരേഡ് പരിശോധിച്ചു, പതാക ഉയർത്തുകയും ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സേനാവിഭാഗങ്ങളുടെ പരേഡ് പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പ നിമിഷങ്ങൾക്കകം പതാക ഉയർത്തിയതിനു ശേഷം പരേഡ് പരിശോധിച്ചു. ഇപ്പോൾ വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡ് നടക്കുകയാണ് അവിടെ. വ്യോമസേന അധ്യക്ഷൻ എയർ കമാൻഡ് സ്ക്വാഡ്രൺ ലീഡർ സായിഖ് ഫറൂഖാണ് പരേഡ് അവിടെ നയിക്കുന്നത്. 22 പ്ലാറ്റൂണുകളും ഒരു ഫ്ലൈറ്റും പരേഡിൽ അണിനിരക്കുന്നുണ്ട്. കർണാടക റിസർവ് പോലീസിൻ്റെ ഒരു പ്ലാറ്റൂണും അണിനിരക്കുന്നുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ഇതിലുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. പത്തനംതിട്ടയിലും ആഘോഷ പരിപാടികൾ സമുചിതമായി നടന്നു. പത്തനംതിട്ടയിൽ പതാക ഉയർത്തിയ മന്ത്രി വീണ ജോർജാണ് പത്തനംതിട്ടയിലേക്ക്. വളരെ വർണ്ണാഭമായ ആഘോഷ പരിപാടികളാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്. മന്ത്രി വീണ ജോർജാണ് പതാക ഉയർത്തി പരേഡ് പരിശോധിക്കുന്നതും അഭിവാദ്യം സ്വീകരിക്കുന്നതും. സദേൺ എയർ കമാൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലൈറ്റിലെ സ്ക്വാഡ്രൺ ലീഡർ സെയ്ഖ് ഫറൂഖ് ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ കരസേനയുടെ യൂണിറ്റ് 23 മറാത്ത ലൈറ്റ് ഇൻഫൻട്രി. മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി GR അനിലാണ് പതാക ഉയർത്തുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പറയൂ. നയിക്കുന്നു ഭാരതീയ വായുസേനയുടെ ഒരു ഫ്ലൈറ്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു. മലപ്പുറത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷമാണ് നടക്കുന്നത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ് MSP പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായുള്ള പതാക ഉയർത്തൽ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ച് അഭിവാദ്യം ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. രാവിലെ 7:15 കൂടിയാണ് മലപ്പുറത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങിയത്. 7:15 മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രഭാത വേദിയോട് കൂടിയാണ് ജില്ലയിൽ ആഘോഷങ്ങൾ തുടങ്ങിയത്. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാത വേദിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് വിശിഷ്ട അതിഥിയായിട്ടുള്ള മന്ത്രി അടക്കമുള്ളവർ ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പതാക ഉയർത്തിയതിനു ശേഷം അഭിവാദ്യം സ്വീകരിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വിവിധ പ്ലാറ്റൂണുകളായി 34 പ്ലാറ്റൂണുകളാണ് ഈ പരേഡിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്. ഇനി നമുക്ക് മലപ്പുറം MSP ഗ്രൗണ്ടിൽ മന്ത്രി GR അനിൽ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചു സേനാ വിഭാഗങ്ങളുടെ. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പതാക ഉയർത്തി. സംസ്ഥാനത്തുടനീളം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ വിവിധ ജില്ലാ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സല്യൂട്ട് സ്വീകരിച്ച് സേനാ വിഭാഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർണ്ണാഭമായ ചടങ്ങ് പതിപോലെ ഈ വർഷവും തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു കഴിഞ്ഞു. കേരള വനിതാ പോലീസ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലേക്ക് നമ്മൾ പോകുന്നു. കണ്ണൂരിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഇടതുവശം പ്രേക്ഷകർ കാണുന്നത്. ശരിക്കും ടെക്നിക്കലി പറഞ്ഞാൽ വലതുവശമാണ്, പക്ഷേ കാണുന്ന പ്രേക്ഷകന്റെ ആംഗിൾ ആലോചിക്കുമ്പോൾ അത് ഇടതുവശമാണ്. അവിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ പതാക ഉയർത്താനെത്തി. അദ്ദേഹമാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പ്രത്യേക അതിഥി. അദ്ദേഹമാണ് പതാക ഉയർത്തുന്നതും സല്യൂട്ട് സ്വീകരിക്കുന്നതും. ഇനി നമുക്ക് പാലക്കാടേക്ക് പോകണം. അവിടെ മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം സേനാവിഭാഗങ്ങളെ അഭിവാദ്യം ചെയ്ത് സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മറ്റെന്ത് വിശേഷങ്ങൾ നിഖിൽ പ്രമേഷ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ട മൈതാനിയിൽ ഇപ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് എന്നിവരെ കാണാൻ സാധിക്കും. വിവിധ പ്ലാറ്റൂണുകളുടെ പരേഡും ഉണ്ടായിരുന്നു. തുടർന്ന് ചില കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സമുചിതമായി തന്നെ ജില്ലയിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടി ഇപ്പോൾ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോട്ട മൈതാനത്താണ് ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങുകൾ നേരിട്ട് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഒക്കെ വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പരിമിതമായാണ് ആളുകളെ പ്രവേശിപ്പിക്കാൻ ഇത്തവണ, പക്ഷേ കൂടുതൽ ആളുകൾ, കുട്ടികളടക്കം കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പ്ലാറ്റൂണുകളും മറ്റും ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ മന്ത്രി വീണ ജോർജ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി. അതിനുശേഷം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റൂട്ട് മാർച്ച് നടക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സല്യൂട്ട് സ്വീകരിക്കുന്നു. അവിടെ റൂട്ട് മാർച്ച് നടക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുക്കുകയാണ്.
വളരെ വർണ്ണാഭമായ ചടങ്ങാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ വിശിഷ്ടാതിഥികളെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മന്ത്രി വീണ ജോർജ് സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള വിശേഷങ്ങൾക്കായി. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡും പതാക ഉയർത്തൽ ചടങ്ങും നടക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപ് മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി, അവരുടെ സ്വന്തം ജില്ലയാണ്, അവർ തന്നെയാണ് ഇവിടെ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 14 പ്ലട്ടൂണുകളായി പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള മുഴുവൻ സേനാംഗങ്ങളും, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC അടക്കമുള്ള വിവിധ സേനാംഗങ്ങളും ഇപ്പോൾ സല്യൂട്ട് നൽകിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു, കൂടാതെ SP വി അജിത്ത് അടക്കമുള്ള ആളുകൾ സന്നിഹിതരാണ്. MLA മാരടക്കം ഈ പരിപാടിയിൽ ഇപ്പോൾ സന്നിഹിതരാണ്. എന്തായാലും റൂട്ട് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി വീണ ജോർജ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തുടനീളം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സമുചിതമായി പുരോഗമിക്കുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും മന്ത്രിമാർ പതാക ഉയർത്തി. സംസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. ഏറ്റവും വർണ്ണാഭമായ രീതിയിലാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. കൊല്ലത്തേക്ക് കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് അരുൺ രാജ് നമുക്കൊപ്പം ചെയ്യുന്നു. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി KB ഗണേഷ് കുമാർ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ, അഭിവാദ്യം സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ രാജ് കൊല്ലത്ത് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നമുക്കൊപ്പം ചേരുന്നു. അരുൺ രാജ്, വിശദാംശങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. കൊല്ലം ആശ്രമ മൈതാനത്താണ് ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പബ്ലിക് ഡേ പരേഡ് ഇപ്പോൾ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സേനകളുടെ ഈ അഭിവാദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും ഫോറസ്റ്റിന്റെയും ഈ പരേഡ് ഇപ്പോൾ അഭിവാദ്യം സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പരേഡിനാണ് മന്ത്രി KB ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം മന്ത്രി ഇതിന് റിപ്പബ്ലിക് ദിന സന്ദേശം വായിക്കും. അല്പസമയം മുമ്പാണ് മന്ത്രി KB ഗണേഷ് കുമാർ കൊല്ലം ആശ്രമ മൈതാനത്തെത്തുകയും ദേശീയ പതാക ഉയർത്തുകയും ചെയ്തത്. ഇനി കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പതാക ഉയർത്തിയും സല്യൂട്ട് സ്വീകരിച്ചതും. സജോ ദേവസ്യ തത്സമയം കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എന്തൊക്കെയാണ് കണ്ണൂരിലെ ആഘോഷ പരിപാടികൾ, വിശദാംശങ്ങൾ? പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെയും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ ഉൾപ്പെടെ, ഒപ്പം സ്കൗട്ട് ഗൈഡ്സ്, NCC ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളുടെയും ഉൾപ്പെടുന്ന പ്ലറ്റൂണുകളാണ് ഇപ്പോഴും പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഈ പരേഡ് പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ മറ്റ് വിശിഷ്ടാതിഥികൾക്കൊപ്പം പൊതുജനങ്ങൾക്കും പരിപാടിയിൽ ഭാഗവാക്കുകളാകാനുള്ള അവസരമുണ്ട്. പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഏതായാലും ആഘോഷ പരിപാടികളും പരേഡ് പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. കണ്ണൂരിൽ നിന്നാണ് സജോ റിപ്പോർട്ട് ചെയ്തത്.